ഇത് ബോഡി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ നിർദ്ദേശം കിട്ടിയോ? നമുക്ക് അവിടെ നിന്ന് നേരിട്ട് ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ നമ്മുടെ ആളുകൾ പലരും അന്വേഷിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ MLA വന്നിരുന്നു. MLA പറഞ്ഞു അവിടെ ഗവൺമെൻറ്റെല്ലാം ഇടപെട്ടിട്ടുണ്ട്, ഇവിടെ എത്രയും പെട്ടെന്ന് മുടിയെത്തിക്കുന്ന പറഞ്ഞേക്കുന്നു, എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത് പോസ്റ്റ്മോർട്ടമൊക്കെ ഫൈനൽ ചെയ്ത് മിക്കവാറും സ്പെഷ്യൽ ഫ്ലൈറ്റിനകത്തെങ്ങാണ്ട് എത്തുന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞങ്ങൾക്ക് ഇതിനെ നേരിട്ട് എംബസിയിൽ നിന്നോ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരു 4 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണല്ലോ ഒരു പ്രതീക്ഷ അല്ലേ? അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഇപ്പം മന്ത്രി വീണ ജോർജ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മിക്കവാറും നാളെയൊക്കെ എത്തുമെന്നാണ്. നാളെയൊക്കെ എത്താൻ ഇന്ന് എത്തുമെന്ന് ചിലർ പറയുന്നു. ഇന്ന് തന്നെ സ്പെഷ്യൽ ഫ്ലൈറ്റ് കയറ്റി വിടുമെന്ന് പറയുന്നു. അങ്ങനെയുണ്ട്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്രമീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിയാണ് അറിഞ്ഞതല്ലേ ഇത്? ഇന്നലെ ഒരു 10 മണി വരെയും കൺഫ്യൂഷനായിരുന്നു. കാരണം ഈ പേര് മിസ്സിങ്ങിലാണ്, ഡെത്തിലല്ല എന്നൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. 10:30 കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത ചില റിലേഷൻസ് ഉണ്ട് അവിടെ, അവർ വിളിച്ചിട്ട് പറഞ്ഞ് പേരുണ്ട്. അവർ പേരെന്നെ മൊബൈലിലിട്ട് കാണിച്ചു. നിങ്ങളുടെ വിവാഹം അച്ഛനാണല്ലേ? വൈഫിൻ്റെ അച്ഛനാണ്? വൈഫിൻ്റെ അച്ഛനാണ്. എത്ര വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം? 20 വർഷമായി. 20 വർഷമായിട്ട്. വൈഫിൻ്റെ സ്ഥലം എവിടെ? ചാത്തന്നൂരാണ്. ഇദ്ദേഹം ഏറെ കാലമായിട്ട് വിദേശത്ത് തന്നെയായിരുന്നു. ഇതേ കമ്പനി തന്നെയായിരുന്നു അല്ലേ? ആദ്യം വേറെ കമ്പനിയിലായിരുന്നു. ഇവിടെ 10 വർഷം കഴിഞ്ഞു ഈ കമ്പനിയിലായിട്ട്. ശരി.